തദ്ദേശ സ്വയംഭരണത്തിന് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം പ്രാദേശിക ഘടകങ്ങളുടെ യോഗങ്ങളിൽ ആവശ്യപ്പെടാൻ നിർദ്ദേശമുണ്ട്. ഇന്നലെ ചേർന്ന കോട്ടയം ജില്ലാ നേതൃയോഗത്തിൽ ജോസ് കെ മാണിയാണ് വിഷയം അവതരിപ്പിച്ചത്. തങ്ങളുടെ ശക്തിക്കനുസരിച്ച് പ്രാദേശിക ഘടകങ്ങൾ സീറ്റ് ആവശ്യപ്പെടണമെന്നാണ് നിർദ്ദേശം. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, വെരി ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് നല്ല മഴയുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. മഴ ഉണ്ട്, പക്ഷെ അത്ര കനത്തിലല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ കനത്ത് പെയ്യുമോ? കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, ഇനി 5 വർഷം കഴിഞ്ഞേ വരൂ. പരമാവധി സാധ്യത മുതലെടുക്കുമോ? അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന. ഒരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കാൻ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി പ്രവർത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ് കേരള കോൺഗ്രസ് എം. അതായത് മുന്നണിയിലേക്ക് വരുന്ന സമയത്ത് കാര്യമായി ഒന്നും തന്നെ, അതായത് എന്തെങ്കിലുമൊക്കെ ബാർഗെയിനിങ് ഒന്നും നടത്താതെയാണ് മുന്നണിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ തങ്ങളുടെ ശക്തിക്കനുസരിച്ച് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ തന്നെയാണ് കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ ഒരുക്കം. അത് നേരത്തെ മുതൽ തന്നെ ചെയർമാൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയും ഇവിടെയും തൊടാതെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്നലെ ചേർന്ന കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ താഴെ ഘടകങ്ങൾക്ക്, പ്രാദേശിക ഘടകങ്ങൾക്ക് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് LDF-ഉമായി വരുന്ന പ്രാദേശിക യോഗങ്ങളിൽ, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന യോഗങ്ങളിൽ കൃത്യമായി തന്നെ തങ്ങൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ തങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള കൂടുതൽ സീറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യപ്പെടണം എന്നൊരു നിർദ്ദേശമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ തന്നെയുള്ള ജോസ് കെ മാണി ഇത്തരത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ശക്തി എന്താണോ പ്രദേശത്തുള്ളത് അതിനനുസരിച്ച് കൂടുതൽ സീറ്റുകൾ ചോദിക്കുക. കാരണം ഇനി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മിക്ക സ്ഥലങ്ങളിലും ഓരോ പഞ്ചായത്തുകളായാലും ശരി, ജില്ലാ പഞ്ചായത്തുകളൊക്കെ തന്നെ ഓരോ വാർഡുകളോ അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളൊക്കെ തന്നെ അധികമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ തങ്ങളുടെ ശക്തി എന്താണ്, അപ്പോൾ ഒരു സ്ഥലത്ത് ചോദിക്കേണ്ട ഒരു സീറ്റാണെങ്കിൽ അവിടെ ഒന്ന് ചോദിക്കണം, ഒന്നിൽ കൂടുതൽ ചോദിക്കേണ്ട സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് കൃത്യമായി താഴെ ഘടകങ്ങളിലേക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമ്മർദ്ദ ശക്തിയായി തന്നെ മുന്നിൽ നിന്നുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക, കൂടുതൽ സീറ്റുകൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ആ ഒരു നടപടിയിലേക്ക് തന്നെ കേരള കോൺഗ്രസ് കടക്കുന്നു എന്നുള്ളതിന്റെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നലെ ചേർന്ന യോഗത്തിലെ വിവരങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.